Guys, welcome back to our channel. Crazy Vlog. അച്ചു ഗൈസ്, നമ്മൾ കുറെ നാൾക്ക് ശേഷം നമ്മൾ എങ്ങോട്ട് പോകണം? എറണാകുളം പോകണം. അതിന്റെ തൂക്കേടാന്ന് തോന്നുന്നു. ഇതെല്ലാം ഞാൻ എന്റെ അണ്ണാച്ചിനെ എടുത്തതാണ്. ഇവരാ മറ്റേ മറൈൻ ഡ്രൈവില് വായ്പാലുള്ള സ്ഥലത്തോട്ട് ഇവരെ പറഞ്ഞു വിടട്ടാ. എടുത്ത് കണ്ട കാറ്റ് കയറും. ഞാൻ അതേ നോക്കിയാലോ. ഇപ്പൊ മുട്ടൻ ചൂടാണ്, ആരും പുറത്തിറങ്ങരുത്, കരിഞ്ഞോണാണ്. കഷത്തി കാറ്റ് കയറാനാണ്. നമ്മൾ എറണാകുളത്ത് പോവാണ്. നമുക്ക് കുറെ നാളെ പോയിട്ട് അച്ഛന് ഒരു കണ്ണട എടുക്കണം എന്ന് പറഞ്ഞു. ഒരു ആരും കാണാത്ത അല്ല ആരും വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് മടിയുള്ള ടൈപ്പ് കണ്ണട എടുക്കണം. ഇതുപോലത്തെ സാധനം ഒന്നല്ല, ഇതൊരു മാതിരി അന്തിക്കുരുടന്മാര് വെക്കണ സാധനം. ഇതൊന്നും വെക്കാൻ പറ്റില്ല. എനിക്ക് കണ്ണില് പൊടി അലർജി ഉണ്ടാവും. വണ്ടി ഓടി ഗ്ലാസ് വെക്കണം. കിച്ചപ്പന് എന്തിനാണ് അലർജി ഉള്ളത്? എനിക്ക് പെണ്ണാടാ അലർജി. വീഡിയോ ഫുള്ള് കാണണം. അവിടെ ചെല്ലും, അവിടെ കഴിഞ്ഞ ചിക്സിനെ കാണും, കിച്ചപ്പൻ നോക്കും. പറയുമ്പോ സിഗ്മ എന്നൊക്കെ പറയും. രാത്രി തല ഇങ്ങനെ വെക്കും, പക്ഷെ കണ്ണുണ്ടല്ലോ ഇങ്ങനെ ഇരിക്കും. നമുക്കപ്പോ നേരെ ഇടാം. എവിടെ പോകണം? മറൈൻ ഡ്രൈവ്. നമുക്ക് ആദ്യം പെൻഡേ ചെന്നിട്ട് ഇവന്റെ സാധനം നോക്കാം. അതേണ്ട് നോക്കാം. അവിടെ കറങ്ങി തിരിഞ്ഞ് നടക്കാം. ചേട്ടാ ഇവന്റെ മാറ്റത്തിൽ എനിക്കൊരു റെയിൻബോ ഡിറ്റക്ടർ. ഇവൻ പ്രശ്നക്കാരനായി തുടങ്ങിട്ടോ. നാടകമാനമൊക്കെ പോയി വെച്ചാനെ. അതെ, എന്താ ഓഫായി പോയില്ലേ ഇവനെ നമുക്ക്. ഞാൻ മറ്റേ അതെ, ഇന്നും കൂടി ഒരാൾ കമന്റ് ഇട്ടുള്ളൂ. മൂക്കൂത്തി വെച്ച് 9 കാര്യമായിട്ട് പറഞ്ഞ ഞാനാ കമന്റ് റിമൂവ് ചെയ്തോളാം. എന്നിട്ട് നമുക്ക് അവിടെ തീരണം. ഓക്കെ, എന്താണ് തീപ്പെട്ടിയാ? തീപ്പെട്ടിക്കിട്ട് അടിക്കാൻ അതേ കുണ്ടൊക്കെ പുറകെ അടക്കണ്ട്. വേറെ 100 രൂപ വന്ന് സാധനമായി. തീപ്പെട്ടിയാ? തീപ്പെട്ടി തോടാ വന്ന് ഇവിടുന്ന് ഭായിമാര് ഇടിയുള്ള കാര്യം നമുക്കില്ല. ഇവ വേറെ ആളെ കളിപ്പിക്കോട്ടെ. വീട്ടിൽ കറക്കുവാ, വീട്ട് കറക്കുവാ. ശരിയെന്നാ എടി, ഇതല്ലട വഴി, അപ്പുറത്ത് തന്നെ വഴി തോന്നണേ. അല്ല എടാ, ഇനി നടക്കാൻ വയ്യടാ. എന്തായാലും കറങ്ങണം. ഇവിടെ നിന്ന് അങ്ങനെ നേരെ ഇങ്ങനെ തോന്നും. എടാ, സിഗ്മ തുടങ്ങി. കണ്ണിട്ട് ഒന്നും കാണിച്ചാ സിഗ്മ സ്പോട്ടഡ്. ഇപ്പൊ നടക്കണ്ട. ആളെ കാണാൻ വേണ്ടി ഈ പറയുണ്ടോ, നീ വഴി വരണ്ട, ഈ വഴി അല്ലെന്ന് പറയുമ്പോ. അല്ലെ പറ, അത് കഴിക്കാൻ വേണ്ടി പറയടാ. ഞായറാഴ്ച കടമുടക്കരിക്കോടാ ഇടിക്കുന്നില്ല. നീ നോക്കി അറിയില്ല. അല്ല, അപ്പുറത്തെന്നാണ് കട. നമുക്ക് നോക്കാം, കണ്ടുപിടിക്കാൻ. വഴിയെന്ന് റോട്ടിൽ തന്നെയാണ്. അപ്പുറത്തെ സൈഡിലുള്ള വഴി കട എത്തിയിട്ടാണ് അവിടെ അരിച്ചു പറക്കണം. ഇവിടെ എന്നാലേ കാണാൻ പറ്റുള്ളൂ. കടയിന്റെ ഇടയിലാന്ന് എവിടെയാന്ന് കണ്ടുപിടിക്കാൻ ഭയങ്കര ഡൗട്ടാ. നമുക്കറിയായിരിക്കും, പക്ഷെ എന്നാലും ഏത് വഴിയുടെ ഇടയിലാണെന്ന് അറിയാൻ പറ്റില്ല. ഇവിടെ കുറെ ഒരേപോലത്തെ വഴിയാണ്. വാങ്ങത്തില്ല. എന്റെ പൊന്നെ, എടാ ആരോടെങ്കിലും ചോദിക്കാടാ. എനിക്കറിയാടാ, ഇതല്ലെങ്കിൽ അതിന് അപ്പുറത്തെ വഴിയില്ല. അപ്പുറത്തെ വഴിയിലാന്ന് തോന്നുന്നു. വേറെ കട, വേറെ സ്ഥലത്ത് വന്ന് അച്ചു പവർ സാധനം വെക്കാൻ പോണേണ്. ഇതൊക്കെ വെച്ച് നീ എൻ്റെ ഒപ്പം വരണ്ട. എല്ലാം ശോകമാണ് ഗൈസ്. മനസ്സിന് പിടിക്കുന്ന സാധനം കിട്ടില്ലടാ. എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടു, പക്ഷെ അതാ ഒരു സാധനം ഉള്ളൂ. അടുത്തത് എന്താണ്? കണ്ണാടിയാണോ? എന്താ സ്റ്റൈലാണോ? തരക്കേടില്ല. വിച്ചോ
പക്ഷെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല ചോദിച്ചു. ഞാൻ പറയട്ടെ, ഒരു ക്ലാസ് ലുക്ക് ഉണ്ട്. ഏതാ ക്ലാസ്? ചാവർ ലുക്ക് മാറി കണ്ടോ അവൻ ചാവർ ലുക്ക് ആക്കണം. ഇവിടെ കണ്ണാടി പിടിക്കും, അങ്ങനെ പിടിക്കണം. ഞാൻ ഇവിടുത്തെ പണിക്കാരനാന്നിരിക്കാനോ വേണണ്ടാ വേണണ്ടാ കൊള്ളാണേ. നല്ല ക്ലാസ്സാണ്. നീ ഇതിന്റെ ചെറിയ സൈസ് കൂടെ ഉണ്ടാവും, തൊട്ട് വല്ലതൊക്കെ ചെറുതായിട്ട്. ഇത് കുഴപ്പമൊന്നുമില്ല. ആ അതാണ് ഞാൻ പറഞ്ഞല്ലേ, സെയിം ആണ്. വീതി കുറച്ച് കൂടുതലാണ്. ഞാൻ മേടിച്ച എങ്ങനെയുണ്ട്? ഞാൻ മേടിച്ച എങ്ങനെയുണ്ട്? എന്റെ നീ ആദ്യം ഉണ്ടല്ല ആ എണ്ണ ഒഴിച്ച് തിരികെത്തിക്കണ ബോട്ടില് അതൊരെണ്ണം മേടിക്ക്. ഇതെന്താണ് സാർക്കിരിക്കാൻ? അത് ഫ്രണ്ടിലിരിക്കില്ല, രണ്ടൊരു കൈ ഓർത്ത് പിടിച്ച്. മനസ്സിലായ? ഡ്രൈവറില്ല, ഞാനാ ഡ്രൈവർ. ചൊല്ലമുണ്ടാക്കണ്ട, അവർ ചെറിയ അതിന്റെ ഡേറ്റ് പോണല്ലേ ആലോചിച്ച് നോക്കിയേ. ചെളിയിൽ നോക്കി ജസ്റ്റ് ഒന്നും ഡെഡ് ആവും. ഇവിടെ നമ്മള് മറ്റേ എറണാകുളത്ത് നമ്മള് കണ്ണട മേടിക്കാൻ വന്നിട്ട് കണ്ണടയും കിട്ടിയില്ല, ഒരു മുട്ടയും കിട്ടിയില്ല. ഒരു കണ്ണാരെന്ന് വെച്ചപ്പോ പുള്ളി പറയും കേട്ടോ, ഇതും അതിന് തൊട്ടടുത്ത് കണ്ണട മേടിച്ചാൽ 550 രൂപ തരാന്ന്. 550 രൂപ കണ്ണട കണ്ട ഗതികളൊന്നും എനിക്കില്ല. കേട്ടല്ലേടാ നീ? കേട്ടാ നീ? കേട്ടാ ബ്രാൻഡിന്റെ ആവശ്യമൊന്നുമില്ല. ബ്രാൻഡിന്റെ ആവശ്യമൊന്നുമില്ല. നമ്മ മേടിക്കും 150 രൂപ എടുത്ത് ചോള പോലെ. നിനക്കൊക്കെ കണ്ണടയിലായിരിക്കും നോട്ടോ. നിനക്കൊക്കെ കണ്ണടയിലായിരിക്കും നോട്ടോ, എനിക്ക് നോട്ട് ഇതില്ല. എന്തിന്? അത് മേടിക്കാൻ. ഇത് മേടിച്ചിട്ട് നീ എന്ത് ചെയ്യാൻ പോണേ? ചുമ്മാ നമ്മുടെ അവിടുത്തെ പുഴയെ കൊണ്ടോട്ടിടും, പല്ലവരതാ തോട്ടിലിടും. എന്ത് കാര്യം പിടിക്കണതാ? സിഗ്മ എന്ന് പറഞ്ഞ ആളുണ്ടല്ല, ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോ ഉണ്ടല്ല കണ്ണ് 360 കാല് നല്ല വേന. നല്ല വേനല്ലേ പിന്നെ ഇരുന്ന് എഴുന്നേക്കാൻ പറ്റില്ല. എടാ ഇങ്ങനെ ഒരു എന്ത് പരിപാടി? എന്തായാലും ചെയ്യാനുണ്ടോ ഇവിടെ? വെള്ളത്തിൽ എടുത്ത് ഒരാൾ ചാടുക, പിന്നെ ഫയർഫോഴ്സ് ആയി, പ്രശ്നമായി. ഇന്നല്ലേ നീ മറ്റേ സാധനം കണ്ടായിരുന്നു, ഒരു പയ്യന്റെ ഐഫോൺ വെള്ളത്തിൽ പോയിട്ട് ഫയർഫോഴ്സ് എടുക്കാൻ വേണ്ടിട്ട്. നമ്മുടെയൊക്കെ ഫോൺ പോയി കഴിഞ്ഞാൽ അന്ന് എടുത്തു കൊടുത്ത്, അത് 1.5 ലക്ഷം രൂപയുടെ ഫോണാ. ഫയർഫോഴ്സ് അല്ല ആർക്കൊന്നും വരാം. നിന്റെയൊക്കെ ഫോൺ പോയി കഴിഞ്ഞാൽ ഒരു മുക്കവും പോലും വരില്ല. ഞാൻ കണ്ടായിരുന്നു. ഇവിടെ കഥ പറഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോ എന്താന്ന് വെച്ചാ ആലോചിച്ചിട്ട് കാണിക്കും. കല്യാണ്ട് കപ്പലിൽ നിന്ന് വീട്ടിൽ പോവാ. നമ്മള് പട്ടീനെ കാണാൻ പോയി. അതൊന്നും വീടെത്തില്ലല്ലേ? അത് ഇരുട്ടായർ ഒന്നും മനസ്സിലാവൂല. അവിടെ എറണാകുളത്ത് നിങ്ങൾ കുറെ പേര് അറിഞ്ഞിട്ടുണ്ടാവും, പട്ടീന്റെ പാർക്ക് വന്നേക്കണതൊക്കെ. അവിടെ നിറച്ചും പട്ടിയാണ്. അഡോപ്റ്റ് ചെയ്യാൻ പറ്റൂലേ? അഡോപ്റ്റ് ചെയ്യാൻ പറ്റും, ഫ്രീ ആയിട്ട് അഡോപ്റ്റ് ചെയ്യാൻ പറ്റും. നല്ല ബ്രീഡ് വല്ലപ്പോഴൊക്കെ ഉണ്ടാവും. എന്നാലും നാടൻ പട്ടിയാണ്. പോയിട്ട് കണ്ണാടിക്കണമെന്ന് വെച്ച് നടന്നില്ല, ഒന്നും കിട്ടിയില്ല. ഇനി വല്ല ലെൻസ് കാട്ടി പോയി എടുക്കേണ്ടി വരും. എടാ ഞാൻ പറയട്ടെ, നീ തിങ്കളാഴ്ച പോയാൽ ഏതെങ്കിലും വർക്കിംഗ് ഡേയ്സോ? മറ്റേ നീ പറഞ്ഞ കടയിലല്ലേ? ഞാൻ നോക്കാം, എന്തെങ്കിലും റെഡിയാക്കാം. എടുക്കുവാണെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്യും. അപ്പോൾ ഈ വീഡിയോ ചെറുതാണ്. കിച്ചപ്പനകത്തോടെ വെള്ളം കുടിക്കാൻ വേണ്ടി പോയല്ലോ. വെള്ളം കുടിക്കാൻ പോയാൽ മനുണ്ട്. ഇതെങ്ങനെ കിടന്ന് പട്ടിക്കുട്ടി നല്ല പട്ടി വന്നപ്പോ ആ ഫുട്പാത്ത് ഇങ്ങനെ എല്ലാരും ഒന്ന് കണ്ണുവിടാൻ നോക്കിയിട്ടുണ്ട്. എല്ലാരും വീഡിയോ ആദ്യം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സിഗ്മ. അവിടെ ചെന്നിട്ട് സിഗ്മ അല്ല, സിഗ്മേന്റെ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയാ. ബെല്ലൈക്കൺ. ഓക്കെ ബൈ. ബൈ. ഗുഡ് നൈറ്റ്.